നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ ബാക്കിയാണ് നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? കൃഷ്ണഭക്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉഡായിപ്പ് സ്ത്രീ. നമ്മൾ ഇവിടെയാണ് പറഞ്ഞു നിർത്തിയത്. കൃഷ്ണഭക്ത എന്ന് പറയുന്ന ഒരു ഉഡായിപ്പ് സ്ത്രീ. പറഞ്ഞത് ആരെ കുറിച്ചാണെന്ന് അറിയാലോ? അതായത് നമ്മുടെ ജസ്ന സലീമിനെ കുറിച്ച്. ഇതാരാണെന്ന് നിങ്ങൾക്കറിയോ? ഇയാളുടെ പേരാണ് ശ്രീല, ഫുൾ ഫോം പിള്ള. അപ്പൊ നമ്മുടെ ശ്രീലാൻഡി ജസ്നയെ കുറിച്ച് ഒരു ലൈവ് ചെയ്തിരുന്നു. ഒരു 10-33 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ലൈവാണ്. അത് ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റൂല. അതിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് ഇന്ന് റിയാക്ട് ചെയ്യാം. ഓക്കെ, പ്ലേ ചെയ്യാം. നമസ്കാരം. ഇതെന്താടാ നമസ്കാരത്തിനൊക്കെ ഇത്രയും വലിയ കട്ടി? നമസ്കാരം. നമസ്കാരം, പറഞ്ഞോ. ഒരു കൃഷ്ണഭക്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉഡായിപ്പ് സ്ത്രീ. ഇപ്പോ ഈ സംഘികളും സംഘിണിമാരും ഒരുമിച്ച് നിന്ന് പറയാണ് കൃഷ്ണഭക്ത എന്ന് പറയുന്ന ഈ ഉഡായിപ്പ് സ്ത്രീ. അതായത് നമ്മുടെ ജസ്ന സലീമിനെയാണ് ഉദ്ദേശിച്ചത്. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ജസ്ന സലീമിനെ തലയിൽ വെച്ച് നടന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോ ജസ്ന സലീമിനെ വിമർശിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്താ പറയാ, കാലം പോയ പോകെ ഇതാണ് സംഘികളുടെ സ്വഭാവം. സംഘികളെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മറ്റു മതത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെയും ഇവന്മാര് തിരിയും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ജസ്നയെ ഇവന്മാര് ആക്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. ഈ സംഘികളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മതക്കാരും. ഉഡായിപ്പ് സ്ത്രീ ഇങ്ങനെ അല്ല, ഞാൻ ഓൾറെഡി 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ 3 വീഡിയോയിലും ഇതേപോലത്തെ സൗണ്ട് ഉണ്ടാക്കിയ ആൾക്കാരുണ്ടായിരുന്നു. ഈ 3 പേരുടെ സൗണ്ട് ഇങ്ങനെ കേട്ടതിനെ കൊണ്ട് തന്നെ 4ാമത്തെ വീഡിയോയിലുള്ള ഈ ശ്രീലം പിള്ളയുടെ ഈ സൗണ്ട് കേട്ടിട്ട് വലിയ അതിശയമായിട്ട് തോന്നില്ല. അതുകൂടി ഇനി എന്തായാലും നമുക്ക് വീഡിയോ ശരിക്കും കണ്ടിട്ട് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. പ്ലേ ചെയ്യാം. ആദ്യഘട്ടത്തിൽ ചില ഹൈന്ദവ സംഘടനകളും ചില ആൾക്കാരുമൊക്കെ അവരെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതായി നമ്മൾ കണ്ടതുമാണ്. അതായത് ജസ്ന സലീമിനെ ആദ്യഘട്ടത്തിൽ കുറെ സംഘടനകൾ, ഹൈന്ദവ സംഘടന എന്ന് പൂർണ്ണമായിട്ട് പറയണ്ട, അതായത് സംഘി സംഘടനയിലുള്ള കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതേ സംഘടനയിലുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ജസ്ന സലീമിനെ വിമർശിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അപ്പോ ഈ സംഘടനയിൽപ്പെട്ട ജസ്ന സലീമിനെ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്ത സംഘടനയിൽപ്പെട്ട ആൾക്കാർക്കൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല എന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, 2 വർഷം മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച് സിനിമാ രംഗത്തുള്ള ഒരു മുൻ സംവിധായകൻ എനിക്ക് എന്താ പറഞ്ഞതോള്? മനസ്സിലായി. ഈ ഒരു അല്ലെ? അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ വലിച്ചു നീട്ടണ്ടേ? 10-32 മിനിറ്റോളം നിർത്താതെ സംസാരിക്കുന്നല്ലേ? അപ്പൊ ഇതേപോലത്തെ സൗണ്ട് ഒക്കെ വരും. അതായത് പറയുന്നതൊക്കെ തെറ്റിപ്പോവാൻ സാധ്യത കൂടുതലാണ്. 32 മിനിറ്റ് ഒക്കെ തെറ്റാതെ സംസാരിക്കാന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ടുള്ള കഴിവുള്ള ഒരാളാണ്. അങ്ങനെ കഴിവുള്ള ഒരാൾക്ക് നിർത്താതെ സംസാരിക്കുമ്പോ കുറച്ച് വാക്കുകളൊക്കെ തെറ്റിപ്പോവും. അത് പറഞ്ഞ് കളിയാക്കേണ്ട ആവശ്യമില്ല. ബാക്കി പറ. ഇവർ അത്ര നല്ല ആളല്ല, ഇവരിങ്ങനെ ഹണി ട്രാപ്പ് ചെയ്യുന്ന ആളാണ്. പറഞ്ഞത് മനസ്സിലായല്ലോ. ജസ്ന സലീം ഒരു ഹണി ട്രാപ്പുകാരിയാണെന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അതായത് ഈ സംഘികൾ ആരെങ്കിലും വിമർശിക്കുമ്പോ എന്തൊക്കെ പറഞ്ഞ് വിമർശിക്കുമെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്ന സലീം ഹണി ട്രാപ്പുകാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരിക്കലും വിശ്വസിക്കൂല. കാരണം ഹണി ട്രാപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പണത്തിന് വേണ്ടിയിട്ടാണ്. പണം ജസ്ന സലീമിന് ഓൾറെഡി കൃഷ്ണനെ വരച്ചിട്ട് കിട്ടുന്നുണ്ട്. ഹണി ട്രാപ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണം ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ട് ജസ്ന സലീം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഹണി ട്രാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചിന്തിച്ച് നോക്കുവിൻ. അവരെ കുറിച്ച് പല കോണുകളിൽ നിന്നും പല വാർത്തകൾ വന്നു. പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് വരെ എത്തുന്ന സാഹചര്യമുണ്ടായി. പറഞ്ഞുകൊണ്ട് വന്നത് മനസ്സിലായല്ലോ. ജസ്ന സലീം നരേന്ദ്രമോദിജിയുടെ അടുത്ത് പോലും എത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളല്ലേ കുറച്ചു നേരത്തെ പറഞ്ഞത് ഉഡായിപ്പ് സ്ത്രീ? ശ്രീലാൻഡ് പറഞ്ഞത് ജസ്ന സലീം ഒരു ഉഡായിപ്പ് സ്ത്രീയാണെന്നാണ്. ആ ഉഡായിപ്പ് സ്ത്രീ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോലും എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കറ. ജസ്ന ഉഡായിപ്പല്ല, നിങ്ങളെയൊക്കെ പറ്റിച്ചതാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ സംഖ്യകൾക്ക് ഇല്ലാതെ പോയി. അത് മുതലെടുത്തത് ജസ്ന. അതാണ് ഇതിന്റെ ഉള്ളിൽ സംഭവിച്ചത്. അതുകൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദിജിയുടെ അടുത്ത് പോലും ജസ്ന എത്തിയത്. നിങ്ങളെയൊക്കെ കൂട്ടത്തോടെ പറ്റിച്ചു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും. എന്നാൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്നും അവരുടെ പിറകെ നടക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ജസ്നയുടെ പുറകെ ഓൺലൈൻ മീഡിയാസ് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വാല്യൂ ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ജസ്നയുടെ പുറകെ ഓൺലൈൻ മീഡിയാസ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു വില ഉണ്ടാവും. അത് മനസ്സിലാക്കുക. അല്ലാതെ അതുപോലും വിമർശിക്കാനുള്ള ഒരു കാരണമാക്കിക്കൊണ്ട് വിമർശിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള സംഘിണിമാര് ജസ്ന സംഘികളെയും സംഘിണികളെയും ഒരുമിച്ച് പറ്റിച്ചത്. അതേപോലെയുള്ള ഒരു അവസരം ഇനിയും ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ അവരുടെ പുറകെ മീഡിയക്കാര് പോകുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഇനിയൊരു കാര്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ജസ്ന പറ്റിച്ച് കഴിഞ്ഞു. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോ ഇന്നൊരു ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഓൺലൈൻ മാധ്യമം വീണ്ടും അവരെ വെളുപ്പിക്കാനും ഉള്ള ശ്രമം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഇന്നൊരു ലൈവ് ഇട്ടിട്ട് ആ ലൈവിനെ കുറിച്ച് ജസ്നയോട് ചോദിക്കേണ്ട ആവശ്യം മീഡിയാസിന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. പക്ഷെ മീഡിയാസിന് ജസ്നയുടെ ഒരു ബൈറ്റ് കിട്ടുന്നത് നല്ലത് തന്നെയാണ്. കാരണം അവരുടെ പേജിന് റീച്ചും കാര്യങ്ങളൊക്കെ കൂടാൻ സാധ്യത കൂടുതലാണ് ജസ്നയുടെ മുഖം കാണുമ്പോൾ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞാൻ എന്റെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് പറയുന്നത്.
അവർ ഉടായ്പുകാരിയാണെന്നുള്ള കാര്യത്തിൽ ജസ്ന ഉടായ്പുകാരിയാണെന്ന് നിങ്ങൾക്ക് യാതൊരുവിധ സംശയമില്ല. പക്ഷെ അതിപ്പോ അടുത്തല്ലേ നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായത്? ഇതിന്റെ മുൻപൊക്കെ നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഓ, കൃഷ്ണഭക്ത, ഒരു മുസ്ലിം സ്ത്രീയായ പെണ്ണ് കൃഷ്ണഭക്തയായതുകൊണ്ട് തന്നെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. ഉടായ്പുകാരിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുറച്ച് കൂടുതൽ സമയം വൈകിയാണെങ്കിലും സംഘികളും സംഘിനിമാരും എല്ലാവരും മനസ്സിലാക്കി ജസ്ന ഒരു ഉടായ്പുകാരി തന്നെയാണെന്ന്. സംഘികളെ തന്നെ ജസ്നയെ വിമർശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊന്നും കാണാനുള്ള കഴിവ് എനിക്കില്ല. അടുത്തത്, അവർ ഇത്തരത്തിൽ നിരവധി കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ പറ്റിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പൂർണ്ണമായിട്ട് ഹിന്ദുക്കളെ എന്ന് പറയല്ല. ഇവിടെയുള്ള എല്ലാ ഹിന്ദുക്കളും ജസ്നെ കണ്ണും പൂട്ടിയിട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല. നിങ്ങളെപ്പോലുള്ള സംഘികളാണ് കണ്ണും പൂട്ടി വിശ്വസിച്ചത്. നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിച്ച ആ ഗ്യാപ്പിൽ ജസ്നെ കയറി ഗോളടിച്ചു. നിങ്ങളുടെ കയ്യിലുള്ള പൈസയൊക്കെ തട്ടിക്കൊണ്ടുപോയി. അവർ വല്ലാത്തൊരു സൗണ്ട് അല്ലേ ഈ പെണ്ണുങ്ങളുടേത്. ആ സൗണ്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കളിയാക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും നമുക്ക് ബാക്കിയാണ്. ഇത് എങ്ങനെ ഹൈന്ദവ വികാരത്തെ മുതലെടുക്കാം, അത് എങ്ങനെ മുസ്ലിംസിനെ കുറ്റം പറയാം എന്നുള്ളത്, ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വികാരങ്ങളെ മുതലെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്ന സംശയമുണ്ടായി. സംശയിക്കണ്ട, അത് തന്നെയാണ് ജസ്ന ചെയ്തത്. ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഹൈന്ദവരുടെ വിശ്വാസം പിടിച്ചു പറ്റുക, എന്നിട്ട് അവരെ പറ്റിച്ച് ജീവിക്കുക. അത് തന്നെയാണ് ജസ്ന ചെയ്തത്. ആ പറഞ്ഞത് ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. എല്ലാവരും ഇവർ ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്? നാളെ ഒരുപക്ഷെ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ? ജസ്ന ഒരിക്കലും ഹണി ട്രാപ്പുകാരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല. നിങ്ങളെപ്പോലെയുള്ള സംഘികളായ മണ്ടന്മാരെ പറ്റിച്ചുകൊണ്ട് ജീവിച്ച ഒരാളാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരുവിധ പേടിയുമില്ല. അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷെ ഹണി ട്രാപ്പുകാരിയൊന്നുമല്ല. ഇവർ ഹണി ട്രാപ്പുകാരി മാത്രമല്ല, എന്റെ ഒരു ഊഹത്തിൽ ഇവർ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയുടെ ഭാഗമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ജസ്ന തീവ്രവാദ സംഘടനയുടെ ഭാഗമാണോ എന്ന് പോലും സംശയിക്കേണ്ട ഉണ്ട് എന്നാണ് നമ്മുടെ ശ്രീലമുള്ള അമ്മച്ചി പറയുന്നത്. അമ്മച്ചിന്റോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങളുടെ സംഘപരിവാരം എന്ന് പറയുന്ന സംഘടനയില്ലേ, ആ ഒരു സംഘടനയിൽ പഠിച്ചു വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. അതായത് ഒരു മുസ്ലിം പേരുള്ള ഒരാളാണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയുടെ ആളാണോ എന്ന് അന്വേഷിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. മുസ്ലിം പേര് കേൾക്കുമ്പോൾ അവർ തീവ്രവാദിയാണെന്ന് മൊത്തത്തിൽ വിചാരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ജസ്ന തീവ്രവാദ സംഘടനയുടെ ആളാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആൾക്കാരാണ് കേരളത്തിൽ ജീവിക്കുന്നത്. അവരോട് ഇത് പറഞ്ഞു കൊടുത്താൽ അവർ വിശ്വസിക്കുമോ? ജസ്ന തീവ്രവാദ സംഘടനയുടെ ആളാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ബുദ്ധിശൂന്യത എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കറ. അവർ നമ്മളാരും ക്ഷേത്ര ദർശനത്തെ സാധാരണഗതിയിൽ എതിർക്കുന്ന ആൾക്കാരല്ല. ഇവര് പറഞ്ഞുകൊണ്ടുവന്ന് മനസ്സിലായല്ലോ. അതായത് മറ്റൊരു മതത്തിലുള്ള ആളുകൾ ക്ഷേത്രത്തിൽ വരുന്നത് എതിർക്കുന്നത് നമ്മളുടെ ഒരു പാരമ്പര്യമല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഗുരുപൊട്ടിയത്? അതൊന്ന് പറഞ്ഞേ. ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് രാത്രിയിൽ, ശ്രീകൃഷ്ണ ജയന്തി പിറക്കുന്ന തലേ ദിവസത്തെ രാത്രി 12 മണിക്ക് ഇവർ ഗുരുവായൂർ അമ്പലത്തിന് നടക്കിൽ വന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ കണ്ണ എന്നൊക്കെ പറഞ്ഞൊരു ഹാപ്പി ബർത്ത്ഡേ കണ്ണ എന്ന് നിങ്ങളല്ല പറയേണ്ടത്. അത് നമ്മുടെ ഉണ്ണിസംഖ്യേട്ടൻ പറയണം. രാത്രി 12 മണി കണ്ണ, 12 മണിയായി കണ്ണ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. ഉണ്ണിസംഖ്യേട്ടൻ പറയുന്നത് കേൾക്കാൻ തന്നെ ഭയങ്കരമായിട്ടുള്ള രസമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കച്ചവടമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ പടം വരച്ചോളൂ. നിങ്ങൾക്ക് പടം വരയ്ക്കാൻ അറിയില്ല എന്ന് വ്യക്തമായി ഞാൻ പറയുന്നു. ജസ്ന സലീം കൃഷ്ണന്റെ ചിത്രം വരക്കൂല എന്ന് മലയാളികളോട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മലയാളികൾ അത് വിശ്വസിക്കും? കാരണം വേറൊന്നുമല്ല, ജസ്ന കൃഷ്ണന്റെ ചിത്രം വരക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല, ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനൊരു വീഡിയോ വേണം പ്ലേ ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ മനസ്സിലാവും ജസ്ന അത്യാവശ്യം നല്ല രീതിയിൽ വരക്കുന്ന ഒരാൾ തന്നെയാണ്. അത് പ്രിന്റ് ചെയ്യുന്നതാണെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മതി. എന്തായാലും നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയാണ് ജസ്ന ഒരിക്കലും ചിത്രം വരക്കുന്നതല്ല, പ്രിന്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കൂല. അത് നിങ്ങളുടെ ബുദ്ധിശൂന്യതയാണ്. ഇവർ പിന്നീട് പോയത് ഉളനാട് ഉണ്ണികൃഷ്ണന്റെ ഒരു ക്ഷേത്രമുണ്ട്. ആ ഉളനാട് ക്ഷേത്രത്തിൽ അവർ പോയപ്പോൾ 20,000 രൂപ വാങ്ങിക്കൊണ്ടാണ് ആ ക്ഷേത്രത്തിലേക്ക് അവർ കൃഷ്ണഭക്ത അവിടേക്ക് പോയത്. 20,000 രൂപ വാങ്ങിക്കൊണ്ടാണ്. 20,000 രൂപ ഒരു അമ്പലത്തിലോട്ട് പോകുന്നതിന് ജസ്ന സലീം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ജസ്ന സലീമിനെ കുറ്റം പറയില്ല. കാരണം 20,000 രൂപ കൊടുത്ത നിങ്ങളെ കുറ്റം പറയും. കാരണം ഇവളാര്, ഇവള് വലിയ ഈശ്വരനാണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് വിചാരിച്ചതിനെ കൊണ്ടായിരിക്കില്ല 20,000 രൂപ കൊടുത്തത്. ആ കൊടുത്ത ആളുകളെ ഞാൻ കുറ്റം പറയും. കാരണം നിങ്ങൾ കൊടുത്തത് കൊണ്ടാണ് ജസ്ന വാങ്ങിയത്. നിങ്ങളെ പോലെയുള്ള ആളുകളെ വേഗം പറ്റിക്കാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ 20,000 രൂപ ഒരു അമ്പലത്തിലോട്ട് പോയതിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. 20,000 രൂപ വാങ്ങിക്കൊണ്ടാണ്. ഞാനും ആ ക്ഷേത്രത്തിൽ ഒരു ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്. ഞാൻ വണ്ടിക്കൂലി പോലും ഞങ്ങളാരും വാങ്ങിയിട്ടില്ല അവിടെ നിന്ന്. ഇവരും ആ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ആ 20,000 രൂപ പോയിട്ട് വണ്ടിക്കൂലി പോലും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. വാങ്ങിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. വാങ്ങേറ്റാണോ അല്ലെങ്കിൽ കിട്ടേറ്റാണോ അതാണ് പറയുന്നത്. ഒരാളുടെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ പൈസ ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും. അതാണ് ജസ്ന സലീമിന് 20,000 കിട്ടിയത്, നിങ്ങൾക്ക് വണ്ടിക്കൂലി പോലും കിട്ടാതിരുന്നത് കേട്ടാ. അതാണ് പറയുന്നത്. ഒരാളുടെ വാല്യൂ കൂടി കഴിഞ്ഞാൽ പണമൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും. അതൊന്ന് മനസ്സിലാക്കുക എല്ലാവരും. അത് തന്നെയാണ് ജസ്നക്ക് 20,000 കിട്ടിയത്, ഇവർക്ക് വണ്ടിക്കൂലി പോലും കിട്ടാതിരുന്നത്. എന്റെ പ്രശ്നം എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞാൻ ഏതായാലും കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ള എല്ലാവർക്കും ഇവരെ കുറിച്ച് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇവരോട് കളിക്കാൻ നിൽക്കുന്നില്ല. കാരണം കളിച്ചു കഴിഞ്ഞാൽ
കേന്ദ്ര ഏജൻസിൻ്റെയോടൊക്കെ പറഞ്ഞു കൊടുക്കാന്നാണ് പറയുന്നത്. പറഞ്ഞു കൊടുത്താൽ തന്നെ ഇടങ്ങാറാവും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കോടതിയിൽ അടക്കം പോകാനുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നോ, ഇതിന്റെ കൂടെ കളിച്ച് തന്നെ റെഡി ആവൂല, ഇത് കോടതി കയറ്റുന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അടുത്ത വീഡിയോ ആരുതാന്ന് നോക്കാം. ഇപ്പം വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മളെ താത്ത, അതായത് ജസ്നയുടെ വിഷയമാണല്ലോ. ജസ്നയുടെ വിഷയം തന്നെയാണ്. അപ്പൊ അത് കാണണമെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചേക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ലസ്ന പാലക്കലിന്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ. ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാ തേങ്ങയും ചെയ്തേക്കാം. ബൈ.